ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രൈമറി ഫങ്ഷൻസ് ആണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണുള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും ഡെപ്പോസിറ്റുകളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് വൺ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്നും പറയും. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആർ ഡെപ്പോസിറ്റ്സ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ വിത്തൗട്ട് നോട്ടീസ് ആൻഡ് ക്യാൻ ബി റീപെയ്ഡ് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആവശ്യാനുസരണം നമുക്ക് നമ്മളുടെ ഡെപ്പോസിറ്റിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റുകളാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് these are deposits which are repayable after a fixed date or after a period of notice. നിശ്ചിത തീയതിക്ക് ശേഷം മാത്രം വിഡ്രോ ചെയ്യാൻ കഴിയുന്ന ഡെപ്പോസിറ്റുകളെ നമുക്ക് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയാം. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ടൈം ഒരു നിശ്ചിത സമയത്തിന് ശേഷം അല്ലെങ്കിൽ ടേം ഒരു പീരീഡിന് ശേഷം മാത്രം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റുകളാണ് ടൈം ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമുക്ക് ആവശ്യാനുസരണം ഏത് സമയത്തും വിഡ്രോ ചെയ്യാൻ കഴിയുന്ന ഡെപ്പോസിറ്റുകളെ നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റും എന്നും പറയാം. ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ വരുന്ന ഒന്നാണ് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ്. സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് മെയിൻലി ഡൺ ടു എൻകറേജ് ദ സേവിങ്സ് ഹാബിറ്റ് ഓഫ് ദി പീപ്പിൾ. ആളുകളുടെ സേവിങ്സ് ഹാബിറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. ഇറ്റ് ക്യാൻ ബി ഓപ്പൺ വിത്ത് മിനിമം ബാലൻസ്. മിനിമം ബാലൻസ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഈസ് കോൾഡ് നോ ഫ്രിൽസ് അക്കൗണ്ട്. സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിനെ നമുക്ക് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലെസ് ദാൻ ദി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും സേവിങ്സ് അക്കൗണ്ടിന് ലഭിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസാക്ഷൻസ് നടക്കാത്ത അക്കൗണ്ടുകളെ നമ്മൾ ഡോർമെൻ്റ് അക്കൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല, എക്സെപ്റ്റ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് ആക്ട് 1960. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ 1960 സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്ബ്, ഇവർക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ കഴിയും. മറ്റു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇനി മറ്റൊന്നാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ്മാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാനാണ് ഈ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുള്ളത്. ബാങ്ക്സ് ഡു നോട്ട് പേ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ബാങ്കുകൾ നൽകില്ല. ഓവർ ഡ്രാഫ്റ്റ് ഈസ് പെർമിറ്റഡ് ഓൺ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൻ്റെ മുകളിൽ ഓവർ ഡ്രാഫ്റ്റ് പെർമിറ്റഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് പറയുന്ന കാര്യങ്ങൾ. ഒന്ന് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ്, മറ്റൊന്ന് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ്സ്. ഇനി ടൈം ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, മറ്റൊന്ന് റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പറയുന്നത് ഡെപ്പോസിറ്റഡ് ഫോർ ഫിക്സ്ഡ് ലോങ് പീരീഡ്, ഒരു നിശ്ചിത പീരീഡിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റേഴ്സ് ക്യാൻ വിഡ്രോ മണി ഓൺലി ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരീഡ്. ആ പീരീഡ് എക്സ്പയറി ആകുന്ന സമയത്ത് മാത്രമേ ഡെപ്പോസിറ്റേഴ്സിന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇൻട്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദി സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുക. ഓൾസോ കോൾഡ് നോട്ടീസ് ഡെപ്പോസിറ്റ്. നോട്ടീസ് ഡെപ്പോസിറ്റ് എന്ന പേരിലും അറിയപ്പെടും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് മിനിമം 7 ഡേയ്സിനാണ് സാധാരണ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, മാക്സിമം 120 months, 120 മാസമാണ് സാധാരണഗതിയിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മാക്സിമം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ബാങ്ക് ഇഷ്യൂ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആസ് എ പ്രൂഫ് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ
ബാങ്ക് നമുക്ക് ഒരു പ്രൂഫായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടാവും, ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ്, എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റൊന്നാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. സ്പെസിഫിക് എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ബാങ്ക് ഡ്യൂറിങ് ഈക്വൽ ഇൻ്റർവൽ, സേ എ മന്ത്, വീക്ക്, എക്സെട്ര ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു നിശ്ചിത പീരീഡിന് ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ഒരു മാസത്തിലാവാം അല്ലെങ്കിൽ വീക്കിലാകാം ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടും. The amount cannot be withdrawn before the expiry of the given period except under exceptional circumstances. ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലാതെ ഒരിക്കലും എക്സ്പയറി ഡേറ്റിൻ്റെ മുമ്പ് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? മന്ത്ലി ആവാം, വീക്കിലി ആവാം, ഒരു റെഗുലർ ഇൻ്റർവെല്ലിനാണ് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റുമായി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റും നമ്മൾ പറഞ്ഞു, ടൈം ഡെപ്പോസിറ്റും നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു ഡെപ്പോസിറ്റും കൂടെ ഉണ്ട്, ഒന്ന് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അണ്ടർ ദിസ് സ്കീം എ സ്മോൾ ബോക്സ് ഈസ് സപ്ലൈഡ് ടു ദ ഡെപ്പോസിറ്റർ. ഒരു ചെറിയ ബോക്സ് ഡെപ്പോസിറ്ററിന് കൈമാറുന്നു ബാങ്ക്. ദ ഡെപ്പോസിറ്റർ ക്യാൻ സേവ് ദ എമൗണ്ട് ഇൻ ദാറ്റ് ബോക്സ്. Periodically, this box is taken to the bank and the amount is credited with his or her deposit account. സാധാരണഗതിയിൽ വീട്ടിലൊരു ചെറിയ ബോക്സ് വെക്കുന്നു, പീരിയോഡിക്കലായിട്ട് ആ ബോക്സിലേക്ക് എമൗണ്ട് നിക്ഷേപിക്കുന്നു. ഓരോ സമയത്തിന്, ഓരോ ഇൻ്റർവെല്ലിന്, ഓരോ പീരീഡിന് ബാങ്ക് അത് കളക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്ററുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. ഇതാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് സേവിങ്സ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡെപ്പോസിറ്റാണ് ഹോം സേഫ് ഡെപ്പോസിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റുമായി നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.